ഹായ്, IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റേതൊരു ബിസിനസ്സും പോലെ തന്നെ ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. IT കമ്പനികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഏറ്റവും നല്ലത്. ഇതിൽ LLP ആർക്കൊക്കെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതെന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആർക്കാണ് സൂയിറ്റബിൾ ആവുക എന്നുള്ളതുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് സർവീസസ് ഒക്കെ ആയിട്ട് ഒരു കമ്പനിയിൽ നിന്നും ഓർഡർ സ്വീകരിച്ച് അവർക്ക് വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ക്ലോസ്ലി ഹെൽഡ് കമ്പനി, നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ചേർന്ന് ചെയ്യുന്ന കമ്പനീസ്, അല്ലെങ്കിൽ ഒരു നെയിം സേക്കിന് ഒരാളെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ചെയ്യുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് LLP കമ്പനി ആയിരിക്കും ഏറ്റവും അനുയോജ്യം. ഈ LLP കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം കുറഞ്ഞ കംപ്ലയൻസസ്, അതുപോലെ തന്നെ കമ്പനി നടത്തിക്കൊണ്ടുപോകാനുള്ള ചിലവും വളരെ കുറവായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഭാവിയിൽ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അത്തരത്തിലുള്ള കമ്പനീസ് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇനി ആർക്കാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതെന്ന് നോക്കാം. നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നോളജി വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും പബ്ലിക്കിന് ഒരുപാട് യൂസേജ് വരുന്ന പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റും അത്രത്തോളം നല്ലൊരു ടെക്നോളജിയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതെങ്കിൽ, നല്ല ഭാവിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലേക്ക് ഭാവിയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ഇത്തരത്തിൽ LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒരു 3 പോയിന്റിലൂടെ പറയാം. ആദ്യമായിട്ട് നെയിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മറ്റുള്ള ഒരു കമ്പനിയോടും സിമിലാരിറ്റി ഇല്ലാത്ത ഒരു നെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന നെയിം അവൈലബിൾ ആണോ എന്ന് ട്രേഡ് മാർക്കിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിലും ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളൊരു നെയിം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റിസർവ് ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നെയിം സെർച്ചും അതുപോലെ തന്നെ നെയിം റിസർവേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ലൈക്ക് മെമ്മോറാണ്ടം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, അതുപോലുള്ള ഡോക്യുമെൻറ്റ്സും LLP ആണെന്നുണ്ടെങ്കിൽ LLPക്ക് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ MCAയിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ്. ഇത്തരം എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി രജിസ്റ്ററായി കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ കമ്പനിയുടെ പാൻ, ടാൻ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യും. ഇത് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കിട്ടിയ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും പാനും ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട്, നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ രജിസ്ട്രേഷനോടൊപ്പം തന്നെ കിട്ടുന്ന PFO, ESA പോലുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യാവുന്നതാണ്. ഇനി കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറയാം. പ്രത്യേകിച്ച് IT മേഖലയിലുള്ള IT ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത് GST രജിസ്ട്രേഷൻ വേണമോ വേണ്ടയോ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് തീരുമാനിക്കലാണ് ആദ്യത്തെ കാര്യം. നിങ്ങളുടെ ബിസിനസ് വർഷത്തിൽ 20 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ വരാൻ സാധ്യതയുള്ള ബിസിനസ്സോ ആണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ആ GST രജിസ്ട്രേഷൻ 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങളത് ഓപ്ഷനിൽ എടുക്കേണ്ട ആവശ്യവുമില്ല. ഇനി നിങ്ങളുടെ ബിസിനസ് ഒരു ഔട്ട്സോഴ്സിംഗ് പ്രൊജക്റ്റ് ആണെങ്കിൽ, അതായത് മറ്റൊരു രാജ്യത്തെ കമ്പനിയാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് തരുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ കമ്പനിയിലേക്ക് പുറത്ത് ഏതെങ്കിലും കമ്പനിയാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് തരുന്നതും അതുപോലെ തന്നെ ഫോറിൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഔട്ട്സോഴ്സിംഗ് പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. പക്ഷേ ഈ GSTയുടെ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യുന്ന കമ്പനികൾക്ക് തന്നെ അങ്ങനത്തെ അതിന് പ്രൊമോട്ട് ചെയ്യാനായി GST എക്സംഷൻസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GSTയുടെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ GST രജിസ്ട്രേഷൻ എടുത്ത് അതിൻ്റെ റിട്ടേൺ കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് അതിൽ കൃത്യമായിട്ട് കാണിക്കണം ഇത് ഫോറിനിലേക്ക് ചെയ്ത ബിസിനസ്സാണ്, എഗെയിൻസ്റ്റ് ഫണ്ട് ഫോറിൻ ഫണ്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, ആ റിട്ടേണിൽ കാണിക്കേണ്ടതാണ്. അതിന് തന്നെ ഈ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിന് കൂടെ തന്നെ LUTയുടെ സർട്ടിഫിക്കറ്റിനും കൂടെ നിങ്ങൾ അപേക്ഷിച്ചെടുക്കണം. അതായത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നാണ് ആ നമ്പർ. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓരോ ഇൻവോയ്സസിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത്
ഫോറിനിലേക്ക് ചെയ്ത ഇൻവോയ്സസും അതുപോലെ തന്നെ ഫോറിൻ ഫണ്ടാണ് റിസീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ LUT നമ്പർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ പുറത്തേക്കുള്ള കൺട്രീസിലൊക്കെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചിലരുടെ ഒരു സംശയം, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന് മാത്രമല്ല സർവീസസ് ആണെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ്, അതായത് IE കോഡ് ലൈസൻസ് നിർബന്ധമായിട്ടും ഇത്തരം കമ്പനീസ് എടുക്കേണ്ടതാണ്. ഇനി പൊതുവായി ഇത്തരം കമ്പനികൾ ചോദിക്കാവുന്ന 2-3 സംശയങ്ങൾക്കുള്ള മറുപടി കൊണ്ട് ഞാൻ പറയാം. FAQ. ഒന്നാമത്തത്, കമ്പനി രജിസ്റ്റർ ചെയ്യൽ വീടിൻ്റെ അഡ്രസ്സിലോ അല്ലെങ്കിൽ വിർച്വൽ ഓഫീസിൻ്റെ അഡ്രസ്സിലോ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിർച്വൽ ഓഫീസസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വിർച്വൽ ഓഫീസസ് എടുത്തിട്ട് പോലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യലി ചിലവ് ചുരുക്കുന്നതിന് പിന്നീട് നിങ്ങളൊരു ഓഫീസസ് എക്സ്ക്ലൂസീവ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സിലേക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, NRI അല്ലെങ്കിൽ ഫോറിൻ സിറ്റിസൺ ആണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ നാട്ടിലേക്ക് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് സംശയം. നിങ്ങളുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഈ ഫോറിനേഴ്സ് ആണെങ്കിലും NRI ആണെങ്കിലും അവരുടെ ID പ്രൂഫും അഡ്രസ് പ്രൂഫും കാര്യങ്ങളെല്ലാം തന്നെ എംബസിയിൽ നിന്ന് അറ്റസ്റ്റേഷൻ ചെയ്ത് നോട്ടറി ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. ഇനി നാട്ടിലേക്കാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ നാട്ടിലേക്ക് എൻട്രി ചെയ്ത പാസ്പോർട്ടിൻ്റെ സീൽ മാത്രം ആവശ്യമുള്ളൂ. ഇനി NRIക്ക് മാത്രമായിട്ട് നാട്ടിൽ കമ്പനി ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. ഉത്തരം ഇല്ല എന്നാണ്. ഒരു പേഴ്സൺ കൂടെ നാട്ടിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് കൂടെ ആ കമ്പനിയുടെ ഭാഗമായി ജസ്റ്റ് നെയിം സേക്കിനെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് പാർട്ണറായിട്ട് ആഡ് ചെയ്ത് ഈ കമ്പനി ഫോം ചെയ്യാവുന്നതാണ്. ഇനി ഈ കമ്പനി രജിസ്ട്രേഷനുമായിട്ട് ഈ പ്രൈവറ്റ് ലിമിറ്റഡോ LLP അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോറിൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.